നമസ്കാരം സുഹൃത്തുക്കളെ, വളരെ ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് കടന്നു വരികയാണ്. അമേരിക്കയിൽ നിന്ന് ഈ പറയുന്ന വെപ്പൺ ഓഫീസർ ഇന്നലെ തകർന്നു വീണ ഇറാനിൽ തകർന്നു വീണ അമേരിക്കയുടെ F-15 ഈഗിൾ സ്ട്രൈക്കിലെ വെപ്പൺ ഓഫീസറെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ അമേരിക്ക മെയിൻ പൈലറ്റിനെ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം കാണാതെ പോയിരിക്കുന്ന വെപ്പൺ ഓഫീസറെ ഗുരുതര പരിക്കുകളോട് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള എക്സ്ട്രാക്ഷൻ ടീം കണ്ടെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റിന്റെ പത്രക്കുറിപ്പ് കടന്നു വരികയാണ്. ഏകദേശം 48 മണിക്കൂറോളം ഹണ്ടിങ്, എക്സ്ട്രാക്ഷൻ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ. അതായത് ആരാണോ ആദ്യം കണ്ടെത്തുന്നത്, ഇറാനാണോ അമേരിക്കയാണോ കണ്ടെത്താൻ പോകുന്നത്, ഈ യുദ്ധത്തെ നിശ്ചയിക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും. ഇറാൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ വെരി ഗുഡ്, അവർക്ക് വലിയൊരു ബാർഗൈനിങ് പോയിന്റ് ആയി പോയനെ. കണ്ടെത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ, ഈ പറയുന്ന വെപ്പൺ ഓഫീസറെ പിടിച്ചുകൊണ്ടുപോയി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ മുമ്പിൽ പരേഡ് നടത്തി അമേരിക്കൻസിനെ മുഴുവൻ കഴുതപ്പുറത്ത് കയറ്റി നടത്തിയതിനെ. ഇത് വളരെ ഒരു ബ്രേക്കിംഗ് ന്യൂസാണ്. അമേരിക്ക മേക്സ് വെരി ഗ്രേറ്റ്. ഞാൻ ഈ വീഡിയോയിൽ പല പ്രാവശ്യം പറയാറുള്ള കാര്യം, പലപ്പോഴും ഇതിനെപ്പറ്റി കുറ്റം പറയാറുണ്ട്. അത് ഓരോ അമേരിക്കൻ പട്ടാളക്കാരനും ഓരോ എയർമെനും അവരുടെ വിമാനങ്ങൾ കയറി പോകുമ്പോൾ അവനൊരു വിശ്വാസമുണ്ട്, അമേരിക്ക വിൽ കം ആൻഡ് ടേക്ക് യു. ലോകത്തിന്റെ ഏത് കോണിൽ പോയി വീണാലും വിൽ കം ബിഹൈൻഡ് യു എന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ പൈലറ്റിനും ആ മിഷന് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ആ പൈലറ്റ് വളരെ വ്യക്തമായിട്ട് അറിയാം, അബ്സല്യൂട്ട്ലി സൂയിസൈഡ് മിഷൻ വരില്ല അവർ. അതായത് ഹോസ്റ്റൈൽ കൺട്രി എന്ന് പറയുന്നത്, ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടും മാൻപാഡുമായിട്ട് ഇങ്ങനെ അവർ നിൽക്കുകയാണ്. ഈ പറയുന്ന ബ്ലാക്ക് ഹോക്ക് വരുമ്പോൾ ആ ഒരു മിഷനിലേക്ക് ഒരിക്കലും അമേരിക്ക പോകാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ, അതായത് അവിടെ നിന്നുള്ള ഇൻസൈഡേഴ്സ്, ആ പറയുന്ന അമേരിക്ക എല്ലായിടത്തും ഇൻഫോമേഴ്സ് ഉണ്ട്, ആ ഇൻഫോമേഴ്സ് പറയുകയാണ് ആ പ്രദേശത്ത് പോകാം, കൊണ്ടുവരാം, എ സ്ലിം ചാൻസ് ഉണ്ട് എന്ന് അമേരിക്ക മനസ്സിലായി. അമേരിക്ക വിൽ ഗോ. ഇന്നലെ ഈ പറയുന്ന F-15 ഈഗിൾ പൈലറ്റിന്റെ വെപ്പൺ ഓഫീസർക്ക് വേണ്ടി അമേരിക്ക ഒരു ബ്ലാക്ക് ഹോക്ക് നശിപ്പിച്ചു. ബ്ലാക്ക് ഹോക്കിന് വെടി കിട്ടി, മാൻപാഡും ഉണ്ട്. അതോടൊപ്പം തന്നെ A-10 വാർ ഡോഗ്, അതിന്റെ പൈലറ്റ് അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിന്റെ റൈറ്റ് എൻജിനിൽ വെടിയേറ്റിട്ട് പോലും സക്സസ്ഫുള്ളി നാവിഗേറ്റ് ചെയ്ത് ഫ്രണ്ട്ലി എയർ സ്പേസിൽ പോയി അവിടെ ക്രാഷ് ചെയ്ത് അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി. അതായത് ഏകദേശം ഈ പറയുന്ന ഓഫീസർ രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഏകദേശം എല്ലാ ശ്രമങ്ങളും നടത്തി. ഇതൊരു ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഇത് അമേരിക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ്. അതായത് വളരെ ആത്മവിശ്വാസം അമേരിക്ക കൊടുക്കുന്നതായിരിക്കും. കാരണം ഈ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും, അതായത് ഇപ്പോൾ ഒരു ശത്രു രാജ്യത്ത് ഒരു പൈലറ്റ് പതിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം എല്ലാവരുടെ കരുത്തും ഉപയോഗിച്ച് അവിടെ പോയി പിടിക്കാൻ ശ്രമിക്കും. അതാണ് അതിന്റെ പോയിന്റ്. കാരണം ഒരു ബാർഗൈനിങ് പോയിന്റ്. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു പൈലറ്റ് ഇവിടെ വന്നാൽ നമ്മൾ ആദ്യം പോകുന്നത് എല്ലാ ഫോഴ്സും അവിടെ മൊബിലൈസ് ചെയ്യും. കാരണം ഇവരെ കണ്ടെത്തുക എന്നുള്ള ഒരു അഭിമാന പ്രശ്നമാണ്. ഇത് ഇറാനിൽ നിന്ന് ഒരു പൈലറ്റിനെ അമേരിക്കൻ എക്സ്ട്രാക്ഷൻ ടീം കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ബെസ്റ്റ് മിലിറ്ററി ഇൻ ദ വേൾഡ്. ഞാൻ പറയാം സ്കിൽഡ് അപ്പ്. അതായത് ഇത്രയും സ്കിൽ അമേരിക്കയുടെ പൈലറ്റുമാർക്ക് ഇത്രയും ഒരു സ്കില്ലുണ്ട് എന്ന് ലോകം തെളിയിച്ചിരിക്കുകയാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ സിനിമ എനിമി ബിഹൈൻഡ് ദ ലൈൻ സിനിമ നമ്മൾ കണ്ടതാണ്, വിയറ്റ്നാമിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ശത്രു രാജ്യത്തേക്ക് കടന്നു ചെന്ന് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പൈലറ്റിനെ പിടിച്ചു കൊണ്ടുവരിക, രക്ഷപ്പെടുത്തുക, ഇറ്റ്സ് എ വെരി ഗ്രേറ്റ്. ഇതൊരു വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇതാണ് അമേരിക്ക. അതായത് അമേരിക്കയുടെ മോട്ടീവ് എന്ന് പറയുന്നത് വിൽ നോട്ട് ലീവ് ബിഹൈൻഡ് യു. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ ഞങ്ങൾ അവിടെ വിടില്ല, നിന്റെ ജീവന് വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇതൊരു വലിയൊരു സംഭവമാണ്. അതായത് ഒരുപാട് ഇറാനികൾ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. കാരണം 6000 കോടിയോ മറ്റുമാണ് കൊടുത്തിട്ട്, പണം എനിക്ക് അറിഞ്ഞുകൂടാ, വലിയൊരു തുകയാണെന്ന് എനിക്കറിയാം. ആ തുക ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ഇറാനികളും ഇതിന്റെ പുറകിലാണ് ഈ പൈലറ്റിനെ പിടിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് റേസ് അഗെയിൻസ്റ്റ്, ആരാണ് ആദ്യം കണ്ടെത്തുക എന്നുള്ളത് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നു. ഈ യുദ്ധത്തിന്റെ ഗതി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്, അതായത് ഇതിന്റെ പോസിബിലിറ്റി, അതായത് 36,000 തവണ ശത്രു രാജ്യത്തേക്ക് അമേരിക്കയും ഇസ്രായേലും കടന്നു ചെന്നു. ഒരേ തവണ മാത്രമാണ് അടി കിട്ടിയിരിക്കുന്നത്, F-15 ഈഗിൾ പോയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു എക്സ്ട്രാക്ഷൻ അമേരിക്കയ്ക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും, വലിയൊരു കോൺഫിഡൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം ചരിത്രത്തിൽ നമ്മൾ ഇന്നവരെ എൻ്റെ ഒന്നും ഒരു ലൈഫിൽ ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലുമില്ല. കാരണം ഇങ്ങനെ ഒരു യുദ്ധമുഖത്ത് ചെന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് കേട്ടുകേൾവി മാത്രം. സിനിമകളിൽ അതിനെ വെല്ലുന്ന ഒരു കളിയാണ് നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ അറിവിൽ
പറയുകയാണെങ്കിൽ ഇത് മൊസാദിന്റെ കളിയാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, ഈ ഒരു 4 മണിക്കൂർ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവിൽ മൊസാദ് ഈ പറയുന്ന പൈലറ്റിനെ സെക്യൂർ ആക്കി ലൊക്കേഷനിലുണ്ട്. അതിൻ്റെ അർത്ഥം ഇറാനിൻ്റെ പല മുക്കിലും മൂലയിലും മൊസാദ് ഉണ്ട്. ആ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. ഈ കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതായത് പറഞ്ഞ പോലെ സംഭവിച്ചു. ഈ പൈലറ്റ് വീണ് ഉടനെ മൊസാദിൻ്റെ ഏജന്റുമാർ പോയി സെക്യൂർ ആക്കി അമേരിക്ക ലൊക്കേഷൻ കൊടുത്തു. അവർ വന്ന്, അല്ലെങ്കിൽ അസാധ്യമാണ്, കാരണം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള രാജ്യത്ത് എക്സ്ട്രാക്ഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. ഇറാൻ അത്ര ശുഭസൂചനമല്ല.